മുൻ വൈദ്യുതി മന്ത്രി എം മണിയും അങ്ങയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം എത്രയോ ഉയർന്ന ആളെന്നെക്കാളും താരതമ്യത്തിന് യാതൊരു അടിസ്ഥാനമില്ല. അല്ല, അതായത് ആ കാലത്തും പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി പരിഹരിക്കാൻ അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് സാധിച്ചു, ഇന്നത് സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ മുമ്പ് ഞാൻ ശിക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ചീമേനിയിൽ വരാൻ പോകുന്ന തെർമൽ ആണോ ന്യൂക്ലിയർ ആണോ ക്ലാരിറ്റി വെക്കണം. അപ്പൊ ആലോചിച്ച് എല്ലാവരും യോജിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ അത്രയും പദ്ധതികൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ സാഹചര്യത്തിലെ ഈ ന്യൂക്ലിയർ പദ്ധതികളൊക്കെ ലോകത്തിന്റെ ഭാഗമാണ് ലോകത്തിന്റെ ഭാഗമാണ് കേരളം. ലോകത്ത് മറ്റു സ്ഥലങ്ങളിലും ഉണ്ട്. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ആശങ്കകൾ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ, എല്ലാവരും യോജിക്കുമെങ്കിൽ അതുകൂടി ആലോചിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞത്. സമയത്ത് ന്യൂക്ലിയർ പ്ലാന്റിന്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അത് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അവര് തന്നെയല്ലേ പ്രൊജക്ട് കൊണ്ടുവരികയും ചെയ്തു. എന്ത് വേണം നമുക്ക് ആലോചിക്കാം, എല്ലാവരോടും ആലോചിക്കാം. അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിൽ. എനിക്ക് മുൻവിധിയില്ല ആ കാര്യത്തിൽ. എന്നാൽ ഒരു തുറന്ന ചർച്ച നടത്താം. MLA പറഞ്ഞു, തൃക്കരിപ്പൂർ MLA പറഞ്ഞു ന്യൂക്ലിയർ പ്ലാന്റ് പുള്ളി MLA ആയിട്ട് നിൽക്കുന്ന കാലം സമ്മതിക്കത്തില്ലെന്ന്. ഇന്നലെ പാർട്ടി ആയിക്കോട്ടെ, MLA യുടെ അഭിപ്രായം ഞാൻ പത്രത്തിൽ വായിച്ചു. MLA എന്നെ ഫോൺ ചെയ്തിരുന്നു. MLAക്കും MP പറഞ്ഞു. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ എന്നോട് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുമ്പോഴേ 10 രൂപ ആണല്ലോ നൈറ്റ് ടൈമില്. ബാറ്ററി വരുമ്പോൾ ഇതിന് എത്ര കോസ്റ്റ് വരും? അത് നമുക്ക് കോസ്റ്റൊക്കെ ഇപ്പൊ ഞാൻ ഒട്ടൊന്ന് പത്രസമ്മേളനത്തിൽ പറയേണ്ടതല്ല. കോസ്റ്റ് അതിന്റെ ചെലവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോസ്റ്റ് വരുന്നത്. ഈ കൂടുതൽ ബസ്സുകളിൽ കുറഞ്ഞു വരും, എന്തായാലും കുറയും. കൂടുതൽ ബസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ സാധ്യത. ബസ് സ്റ്റേഷൻ KSRTC ബസ്സാ? അല്ലല്ല, ബസ് BSS ബാറ്ററി എനർജി അത് കൂടുതൽ ആലോചിക്കും. അത് നമ്മൾ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ തന്നെ കമ്മ്യൂണിറ്റി ബാറ്ററി സിസ്റ്റം ഗ്രാമങ്ങളിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി, പഞ്ചായത്ത് തലത്തിൽ തന്നെ വീടുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും അത് കൊണ്ടുവരാൻ വേണ്ടി കൂടുതലായിട്ട് പരിശ്രമിക്കും. KSUമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? ഒരു പ്രശ്നമില്ലല്ലോ. താങ്ക് യു. അത് ടെൻഡർ ചെയ്തിട്ടാണ്. ടെൻഡർ ചെയ്തിട്ട് പ്രൈവറ്റ് കമ്പനികൾ ടെൻഡർ വിളിക്കുന്ന സ്ഥലമുണ്ട്. നമുക്ക് അറിയാം, വൈദ്യുതി മേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ടെൻഡർ ചെയ്യുന്നത്. ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ കൂട്ടി എന്നവർക്കാണല്ലോ കിട്ടുക. ഈ KPCC നേതൃമാറ്റം ഉടനുണ്ടാവോ? എന്തായി അതിൽ? AICC ആണ് പ്രഖ്യാപിക്കേണ്ടത്. ഞാനിപ്പം മന്ത്രിയുടെ ചുമതല കൂടി, മന്ത്രിയുടെ ഉത്തരവാദിത്വം കൂടി വഹിക്കുന്നത് കൊണ്ട് അത് ചെറിയ രൂപത്തിൽ അത് DCC പ്രസിഡന്റാ പറയേണ്ടത്. ഞാൻ കാസർഗോഡ് വരുന്നുണ്ടോ, കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞാൽ പോരല്ലോ. താങ്കളുടെ വകുപ്പല്ല, എന്നാലും KPCC പ്രസിഡന്റ് ചോദിക്കുകയാണ്. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നതാണ്. ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യം കിട്ടിയില്ല എന്നാണ് പറയുന്നത്.